ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിലെ ചക്ക സീസണായാൽ പിന്നെ ചക്കയുടെ ഐറ്റംസിൻ്റെ വരവായിരിക്കും അല്ലേ. മെയിനായിട്ട് ചക്കപ്പുഴുക്ക്. പിന്നെ ചക്കയുടെ വടയുണ്ടാക്കും, കറി വെക്കും, ഉപ്പേരി വെക്കും, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഈ ചക്കച്ചോളയില്ലേ, അതിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൊരു ഐറ്റവുമായിട്ടാണേ. നമ്മുടെ ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, ചക്കച്ചോള പൊരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, അതാണേ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചക്കച്ചോളയൊക്കെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം തിന്നായിട്ട് അരിയണ്ട, കുറച്ചൊന്ന് ഒരു മീഡിയം സൈസ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇതിപ്പോൾ പൊരിഞ്ഞ് വരുമ്പോൾ തീരെ കാണില്ല. എന്ന് വെച്ച് നല്ല തിക്കായിട്ട് അരിയണ്ട, അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും തീരെ വേവില്ല. നോക്കിയിട്ട് ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞാൽ മതി. അപ്പം ഞാൻ ഇതിലോട്ടേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ഇഷാൻ്റെ വക കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം കൈ വെച്ച് കുഴച്ചെടുത്തതാണേ. ഒരു 10 മിനിറ്റ് നേരം ഇവരെല്ലാവരും കൂടി ഇതിൽ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഈ മസാലയൊക്കെ ഒന്ന് ചക്കയിലോട്ട് പിടിച്ച് വരണ്ടേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ ഒരു പേന അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ലോണം ചൂടായി വരട്ടെ. നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും പറയും പോലെ തന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ മതിയേ. ഇത് നമ്മൾ മാവിലൊന്നും മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നതല്ല. അപ്പോൾ ചക്ക തീരെ എണ്ണ കുടിക്കില്ല, കുറച്ച് എണ്ണ മതിയേ. ഇതാ എണ്ണയൊക്കെ നല്ലോണം തിള വരുന്നുണ്ട്. നല്ലോണം ചൂടാകുന്ന സമയത്ത് മാത്രം നമ്മുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് നല്ലോണം ചൂടായപ്പോൾ ഞാൻ ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അത്രയല്ലേ ഉള്ളൂ. ഇതിപ്പം വാടി വരുമ്പോഴേക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ചക്ക ഇട്ട സമയത്ത് വെളിച്ചെണ്ണ കാണാനില്ല, ചക്ക മാത്രമേ കാണാനുള്ളൂ. ഇതിപ്പോൾ ഇളക്കുന്ന സമയത്തേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് വാടി വരുന്ന സമയത്ത് നല്ലോണം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുമേ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇത്തരം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എണ്ണയിലോട്ട് നല്ലോണം ഒന്ന് മുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ. ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നുണ്ടേ. തീരെ ചൂടില്ലാന്ന് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുത്തോ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നായി കിട്ടും. എന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളൊന്നും തീരെ വേവില്ല, മുരിഞ്ഞ് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പില എന്നോട് ആദ്യം ഇടാൻ മറന്നു പോയതാണേ. നമ്മുടെ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ആ കറിവേപ്പില ഇട്ടിട്ട് പിന്നെ അതിലോട്ട് ചക്ക ഇട്ടാൽ മതിയേ. എന്നോട് മറന്നു പോയത് കൊണ്ടാണ്, നിങ്ങൾ ആദ്യം ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നുണ്ടേ. അതാ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. എനിക്ക് കുറച്ച് മൂത്തിട്ടുള്ള ചക്കയാണ് കിട്ടിയത്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇളയ ചക്കയൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുക. ഇതിപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞിങ്ങനെ വരുന്നില്ലേ ചക്ക. നോക്കിയേ, ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ടേ. ഇനിയിപ്പോൾ ലോ ഫ്ലെയിം മതിയേ. ഇനിയിപ്പോൾ പെട്ടെന്ന് തിരിച്ചും മറിച്ചിടാനൊക്കെ പറ്റുന്നുണ്ടേ. ഇതിപ്പം ഫ്രൈ ആയി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതിപ്പം കുറച്ചും കൂടെ ആയി കിട്ടിയാൽ മതിയേ. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി മതിയേ. നോക്കിയേ, ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ടേ. ഇതിപ്പോൾ നമ്മൾ ഇത്രയായാൽ മതി. കൂടുതലാകുമ്പോൾ അത് കരിഞ്ഞു പോകും. ഇത്രയൊക്കെ ആയാൽ മതി. നോക്കിയേ, സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഷാൻ നല്ലോണം മുറിച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളിത് ചൂടോടെ കഴിക്കുമ്പോൾ ഇത് നല്ലോണം മുരിഞ്ഞിട്ടൊന്നും കിട്ടില്ല. കുറച്ച് തണിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.